നമ്മുടെ മൂല്യം എന്നുള്ളത് എൻ്റെ ജീവൻ അവിടെ വരെ എത്തിച്ചു എന്നുള്ള ആ ജീവന്റെ മൂല്യമാണ് അവന്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അവൻ എത്രമാത്രം ബഹുമാനിക്കേണ്ടവരാണ്. പലപ്പോഴും അതാണ്. എന്താ എൻ്റെ പൈസ അറിയാം, എത്ര പൈസയാ? ആ 40 രൂപ പിടിച്ചോട്ടാ. ഒരു സ്ഥലത്തേക്ക് പുറപ്പെടാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണേ. അപ്പം ഞാൻ ഒരു 3 ഈ ട്രെയിനിങ് റിലേറ്റഡായ കാര്യങ്ങളാണല്ലോ എല്ലാ ദിവസവും ചെയ്യുന്നത്. അപ്പോൾ 3 ടൈപ്പ് ആളുകളെ അല്ലെങ്കിൽ 3 ടൈപ്പുള്ള കൾച്ചറുകളെ പറയുകയാണ്. ഈ ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പറയണേ. അതായത് ഒരു ടൈപ്പ് കൾച്ചർ എന്ന് പറയുന്നത്, ഇപ്പം നമ്മളൊക്കെ ട്രെയിനർ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുന്നത്? ട്രെയിനർ ഒരു ടീച്ചറല്ല, നമ്മൾ ഇൻഫോർമേഷൻ കൊടുക്കുന്ന ആളല്ല. ആ മുന്നിലിരിക്കുന്ന പാർട്ടിസിപ്പൻസിന് ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്ന ആളാണ്. അപ്പോൾ ഈ കൾച്ചറിനെ ഒന്ന് വിശദീകരിക്കാമെന്ന് തോന്നിയിട്ടാണ്. ഒന്ന്, ഒരു ടൈപ്പ് കൾച്ചറിൻ്റെ അകത്ത് പ്രത്യേകത, അവർ നമ്മളെ വിളിക്കും, നമുക്ക് എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് നമ്മളെ മാക്സിമം നല്ല പേ തരും, എന്നിട്ട് നമ്മളെ ഏറ്റവും നല്ല ഔട്ട്കം നമ്മളിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ എഫേർട്ടും എടുത്തിട്ട് നമ്മളെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്തിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മുഴുവൻ ഇൻഫോർമേഷൻ എടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ഞാൻ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന കാറ്റഗറി ആളുകൾ അതാണ്. നമ്മളെ വളരെ വാല്യൂ ചെയ്തുകൊണ്ട് ആ വാല്യൂവിനെ, നമ്മുടെ കയ്യിലുള്ള ഇൻപുട്ടിനെ, നമ്മുടെ കയ്യിലുള്ള എല്ലാ നോളേജിനെയും ഡ്രെയിൻ ഔട്ട് ചെയ്തെടുക്കുന്ന ഒരു കൂട്ടം ആളുകൾ. അതാണ് ഒരു കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി, അവർക്ക് എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്നുള്ള നോളേജിനെ ഒക്കെ അവർക്ക് എടുക്കണം, പക്ഷെ അവർ നമുക്ക് ബഹുമാനം തരണമെന്നില്ല. അതായത് നിന്റെ സ്ഥലത്ത് എന്താ അല്ലേ, നിനക്ക് എത്ര പൈസ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ കയ്യിൽ നിന്ന് നമ്മളെ ഒരു പൈസ കൊടുത്തിട്ട്, അതായത് പൈസമേ നമ്മളെ കൗണ്ട് ചെയ്തിട്ട് ഒരു കമ്മോഡിറ്റി സെല് ചെയ്യുന്ന പോലെ, ഒരു കമ്മോഡിറ്റി വാങ്ങുന്ന പോലെ, ഒരു ഉൽപ്പന്നം വാങ്ങുന്ന പോലെ ഇമോഷൻസിനെ ഒട്ടും വില കൽപ്പിക്കാതെ എടുക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അതായത് അവർ തെറ്റെന്ന് പറയാനല്ല, അവരെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചതുപോലെ നമുക്ക് നല്ല പേയൊക്കെ തരും, പക്ഷെ നമ്മളൊരു റെസ്പെക്റ്റും കാര്യങ്ങളും തരില്ല. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മളവിടെ വന്നിട്ട് നമ്മുടെ ഫുൾ എഫേർട്ട് എടുത്തുകൊണ്ട് ആ കമ്പനീനെ പഠിച്ച് കമ്പനിക്ക് അവർക്ക് വേണ്ടതായ ഉന്നമനത്തിനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് അല്പം റെസ്പെക്റ്റ് എക്സ്ട്രാ തരുവാണെങ്കിൽ, അല്പം വാല്യൂ നമുക്ക് എക്സ്ട്രാ തരുവാണെങ്കിൽ നമ്മളത് പറയുന്ന രീതിയിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇത് പലപ്പോഴും ഒരു കാറ്റഗറി ആളുകളിൽ നിന്ന്, ഒരു കസ്റ്റം അല്ലെങ്കിൽ ഒരു കൾച്ചറിൽ നിന്ന് കിട്ടാറുണ്ട്. മറ്റൊരു കൾച്ചർ എന്ന് പറയുന്നത്, ഇതാണ് വെരി ഡേഞ്ചർ കൾച്ചർ. ഇവര് ട്രെയിനിങ്, എന്ത് ട്രെയിനിങ്, ഇതൊക്കെ നമ്മൾ കുറെ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം, നിനക്കൊന്നും തള്ളാൻ പറ്റില്ല, നിന്റെ ഒന്നുമില്ല, എനിക്ക് അറിയുന്ന കാര്യമാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരാൾ ചോദിക്കണ്ട, നീ IAS ക്ലാസ് എടുക്കണ്ട, ഒരാൾ എന്നെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമാണ്, നീ IAS ക്ലാസ് എടുക്കണ്ടോ എന്ന് ചോദിക്കുന്നതിനകത്ത് എന്തോ, അതായത് ഇതൊക്കെ നിസ്സാരല്ല, ഇതൊക്കെ എനിക്ക് അറിയാം, നീ ആരട എന്ന മട്ടില് കാണുന്ന ഒരു കൾച്ചറുണ്ട്. ഈ 3 കൾച്ചറും വളരെ വ്യത്യാസമാണ്. അതായത് ഏറ്റവും ബാഡ് കൾച്ചർ എന്ന് പറയുന്ന ലാസ്റ്റ് കൾച്ചറാണ്. അതായത് ഐ നോ എവറിഥിങ്, ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരു കൾച്ചർ. നോക്കിക്കേ, എല്ലാവരുടെ അറിവും എല്ലാവരുടെ എക്സ്പീരിയൻസും എവറിഥിങ് ഈസ് യുണീക്ക്. അപ്പം എൻ്റെ അറിവുകളെയും എൻ്റെ പ്രവൃത്തിനെയും ചെറുതാക്കി കാണുന്ന തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നിങ്ങളുടേതെങ്കിൽ അത് തികച്ചും മോശമാണ്. അതുപോലെ ഞാൻ മറ്റൊരാളുടെ കഴിവിനെ അല്ലെങ്കിൽ അവരുടെ എബിലിറ്റിനെ കുറച്ച് കാണുന്നുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന വളരെ മോശമായ ഒരു ആക്ടിവിറ്റിയാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എപ്പോഴും മറ്റുള്ളവരെ, അവരെ ചെയ്യുന്നത് എന്തായിക്കോട്ടെ, ഒരു മീൻ വിൽക്കുന്ന ആളും അത് മനോഹരമായിട്ട് വിൽക്കുന്നുണ്ട് അല്ലേ, ഒരു അടിച്ചു വാരുന്ന ചേച്ചി മനോഹരമായിട്ട് അടിച്ച് തൂത്തുവാരി എടുക്കുന്നത് കൊണ്ടാണ് പല ഷോപ്പുകളും വൃത്തിയായിട്ടിരിക്കുന്നത്. ഒരു ഗ്ലാസ് കഴുകുന്ന ആൾ കൃത്യമായിട്ട് ഗ്ലാസ് കഴുകുമ്പോഴാണ് ആ ഷോറൂം നല്ല വൃത്തിയിലിരിക്കുന്നത്. അതുപോലെ ഒരു ഓട്ടോ ഡ്രൈവർ നമ്മളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുവിടുമ്പോൾ നമ്മൾ 30 രൂപ 40 രൂപ കൊടുക്കുമ്പോൾ അവരവിടെ കൊണ്ട് എത്തിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അവിടെ എത്താൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ മൂല്യം എന്നുള്ളത് എൻ്റെ ജീവൻ അവിടെ വരെ എത്തിച്ചു എന്നുള്ള ആ ജീവന്റെ മൂല്യമാണ് അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുന്നത്. അവൻ എത്രമാത്രം ബഹുമാനിക്കേണ്ടവരാണ്. പലപ്പോഴും അതാണ്. എന്താ എൻ്റെ പൈസ അറിയാം, എത്ര പൈസയാ? ആ 40 രൂപ പിടിച്ചോട്ടാ. 40 ഒരു വാക്ക് പോലും പറയാതെ ചിലപ്പോൾ നമ്മൾ ഇറങ്ങിപ്പോകും. തികച്ചും മോശമാണ്. ഒരു ഗിവ് ആൻഡ് ടേക്ക് അവിടെ വേണം. എല്ലാത്തിനും ബഹുമാനിക്കുക. ഒരു കൾച്ചറാണ് ഇത്. നമ്മളൊരു കൾച്ചറൽ ചേഞ്ചിന് വേണ്ടി പറയുകയാണ്. ഇത് ഞാൻ ട്രെയിനിങ്ങുമായി റിലേറ്റഡായി പറഞ്ഞെന്നുള്ളൂ. ഒരു കൾച്ചറിലൊരു മാറ്റം, നമ്മുടെ കൾച്ചറിൽ ഒരു വ്യത്യസ്തത ഉണ്ടാക്കേണ്ടത് നമുക്ക് വളരെ ആവശ്യമാണ്.